Hello everyone, welcome back to Learn Semantics. ഇന്ന് നമ്മൾ സാനിറ്ററി കെമിസ്ട്രിന്റെ സിലബസിനെ ബേസ് ചെയ്തിട്ട് കെമിസ്ട്രിയിലും ബയോ കെമിസ്ട്രിയിലും രണ്ട് ഭാഗത്തും വരുന്ന വാട്ടർ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ വാട്ടറിന്റെ ജനറൽ പ്രോപ്പർട്ടീസ്, സ്ട്രക്ചർ, അയോണൈസേഷൻ, അതേപോലെ തന്നെ യുണീക് പ്രോപ്പർട്ടീസ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് വാട്ടറിന്റെ ചില ജനറൽ പ്രോപ്പർട്ടീസ് നോക്കാം. വാട്ടർ കളർലെസ്, ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള ലിക്വിഡ് ആണ്. മൂന്ന് ഫേസിലും വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നേച്ചറിൽ നമുക്ക് വാട്ടറിനെ സോളിഡ് ഫേസിലും ലിക്വിഡ് ഫേസിലും ഗേഷ്യസ് ഫേസിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വാട്ടർ ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്, പോളാർ ആണ്, ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ട്. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് വളരെ ഹൈ ആണ്. ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഹൈ ആണ്. വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റും ഹൈ ആണ്. അതേപോലെ തന്നെ വാട്ടർ ആംഫോട്ടറിക് ആണ്. ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും ആക്ട് ചെയ്യാനായിട്ട് കഴിവുള്ള ആളാണ് നമ്മുടെ വാട്ടർ. ഓക്കെ, ഇനി നമ്മൾ വാട്ടറിന്റെ സ്ട്രക്ചറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം വാട്ടർ എന്ന് പറയുന്നത് H2O ആണ്. രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും അടങ്ങിയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ് വാട്ടർ. ഓക്കെ, വാട്ടറിന്റെ ഷേപ്പ് വരുന്നത് ആംഗുലാർ അഥവാ ബെൻഡ് അഥവാ വി ഷേപ്പ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും. ഓക്സിജന്റെ കയ്യിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് നമ്മൾ നോക്കുമ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 6 ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിൽ 2 ഇലക്ട്രോൺ ഹൈഡ്രജനുമായിട്ട് ബോണ്ടിങ്ങിന് യൂസ് ചെയ്തതിന് ശേഷം ബാക്കി 2 പെയർ, അതായത് 4 ഇലക്ട്രോൺസ് അവിടെ ലോൺ പെയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, ലോൺ പെയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ലോൺ പെയേഴ്സും ബോണ്ടും രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു ടെട്രാഹിഡ്രൽ പോലത്തെ ഒരു സ്ട്രക്ചർ വാട്ടറിന് പറയാൻ പറ്റും. പക്ഷെ വാട്ടറിന്റെ ആക്ച്വൽ ഷേപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലത്തെ ആംഗുലർ ഷേപ്പ് ആണ്. ഈ ലോൺ പെയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ റിപ്പൾഷൻ ഉണ്ടാവും. ഈ ലോൺ പെയേഴ്സ് തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. അതേപോലെ ഈ ബോണ്ടും ലോൺ പെയറും തമ്മിലും റിപ്പൾഷൻ ഉണ്ടാവും. അപ്പൊ ഈ റിപ്പൾഷൻ കുറയ്ക്കാനായിട്ട് ഈ ബോണ്ടുകൾ അടുത്തേക്ക് വരും. അതായത് OH ബോണ്ടുകൾ കുറച്ചുകൂടെ ക്ലോസർ ആയിട്ട് വരും. ഓക്കെ, ഈ ലോൺ പെയറിന്ന് അകന്ന് ഇങ്ങോട്ട് അടുത്തേക്ക് വരും. അതാണ് വാട്ടറിന് ഇങ്ങനെ ഒരു ആംഗുലർ ഷേപ്പ് വരാനായിട്ട് കാരണം. ഓക്കെ, ഈ വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ വരുന്നത് 104.5 ഡിഗ്രി. ബോണ്ട് ആംഗിൾ പഠിച്ചു വെക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പിനെ വേണമെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ടെട്രാഹിഡ്രൻ എന്നും പറയാം. അതായത് ടെട്രാഹിഡ്രൻ അല്ലാതെ വി ഷേപ്പ് അഥവാ ബെൻഡ് ഷേപ്പ് ആണ് വാട്ടറിനുള്ളത്. ലോൺ പെയറും കൂടെ ചേർത്ത് പറയുമ്പോഴാണ് നമ്മൾ ടെട്രാഹിഡ്രൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹൈബ്രിഡൈസേഷൻ നോക്കുകയാണെങ്കിൽ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് വരുന്നത്. ഇനി ഓക്സിജന്റെ കയ്യിൽ ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ലോൺ പെയർസ് കാരണം അവിടെ ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഈ ഓക്സിജൻ ഹൈഡ്രജനേക്കാളും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആളാണ്. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഈ ബോണ്ട് പെയേഴ്സ് അല്ലെങ്കിൽ ഈ ഇലക്ട്രോണുകളെ ഓക്സിജന്റെ അടുത്തേക്ക് കൂടുതലും വലിച്ചു പിടിക്കും. അതാണ് ഇങ്ങനെ ഒരു മൊമെന്റ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ഓക്സിജൻ ഹൈഡ്രജന്റെയും കൂടെ ആ ഒരു ബോണ്ട് പെയർ അങ്ങോട്ട് പിടിച്ചു വലിക്കും. ഓക്കെ, അപ്പൊ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ചാർജ് ആർക്ക് വരും? ഓക്സിജന് വരും. ഹൈഡ്രജന് ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജ് വരും. ഇവിടുത്തെ മൊമെന്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മൊമെന്റും ഇവിടെ ലോൺ പെയർ കൊണ്ടുള്ളതും ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ വാട്ടറിന് ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. 1.85 ആണ് അതിന്റെ യൂണിറ്റ്സ് വരിക. ഓക്കെ, അപ്പൊ വാട്ടറിന് പൊളാരിറ്റി ഉണ്ട്, അതായത് പ്ലസ് മൈനസ് ചാർജും ഉണ്ട്, അതേപോലെ തന്നെ ഡൈപോൾ മൊമെന്റും ഉണ്ട്. വാട്ടർ പോളാർ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്. ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അതിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 1.85. ഓക്കെ, ഇത് ഡിബൈ യൂണിറ്റ്സ് ആണ് കേട്ടോ. ഡൈപോൾ മൊമെന്റ് നമ്മൾ ഡിബൈ യൂണിറ്റ്സിലാണ് പറയാ, അതാണ് ഡി എന്നിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വാട്ടറിന്റെ സ്ട്രക്ചറിനെ പറ്റി മനസ്സിലാക്കാം. ഇനി നമ്മൾ പറഞ്ഞു വാട്ടർ പോളാർ ആണെന്ന് പറഞ്ഞു. ഓക്സിജൻ ഒരു ചെറിയ നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ഒരു ചെറിയ പോസിറ്റീവ് ചാർജും വാട്ടറിൽ വരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ വാട്ടറിന് ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് സാധ്യതയുണ്ട്. അതായത് ഒരു വാട്ടർ മോളിക്യൂളും വേറൊരു വാട്ടർ മോളിക്യൂളും തമ്മിലുള്ള ഒരു സ്ലൈറ്റ് അട്രാക്ഷൻ മൂലം ഉണ്ടാകുന്ന ഒരു ബോണ്ട്, അതാണ് ഈ ഹൈഡ്രജൻ ബോണ്ട് നമ്മൾ വിളിക്കുന്നത്.
ഇവിടെ ഓക്സിജന് ഹൈഡ്രജനേക്കാളും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് സാധ്യമാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനും തൊട്ടപ്പുറത്തെ പോസിറ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജനും തമ്മിൽ ഒരു അട്രാക്ഷൻ കണ്ടോ, ഈ കുത്തു കാണിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പൊ ഒരു വാട്ടർ മോളിക്യൂളിന്റെ ഓക്സിജനും വേറെ വാട്ടർ മോളിക്യൂളിന്റെ ഹൈഡ്രജനും, ഇതേ വാട്ടർ മോളിക്യൂൾ തന്നെ ഹൈഡ്രജനും ഇപ്പുറത്ത് വേറൊരാളുടെ ഓക്സിജനും, അങ്ങനെ വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് വഴി ഒരു ഇന്ററാക്ഷനിലൂടെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ വാട്ടറിലെ ഓക്സിജൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ടും വാട്ടർ പോളാർ ആയതുകൊണ്ടുമാണ് ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ അവിടെ പോസിബിൾ ആകുന്നത്. ഇത് കോവലന്റ് ബോണ്ട് പോലെ അത്രയും സ്ട്രോങ് അല്ല, എന്നാലും അത്യാവശ്യം ഒരു ഇന്ററാക്ഷൻ ആണിത്. വീക്കർ ദാൻ കോവലന്റ് ബോണ്ട് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് വാട്ടറിന് പല യുണീക് പ്രോപ്പർട്ടീസും ഉള്ളത്. ഓക്കെ, പിന്നെ വാട്ടർ പോളാർ ആയതുകൊണ്ടാണ് വാട്ടറിന് ഒരുവിധം പോളാർ കോമ്പൗണ്ട്സ് എല്ലാം ലയിപ്പിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ വാട്ടർ പോളാർ കോമ്പൗണ്ട്സിനെ ലയിപ്പിക്കുന്നു. ഓക്കെ, ഇനി ഹൈഡ്രജൻ ബോണ്ട്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു വാട്ടർ മോളിക്യൂള് അറ്റ് എ ടൈം 4 വേറെ വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് അതിന് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. അതായത് ഓക്സിജനും അപ്പുറത്തെ ഹൈഡ്രജനും, പിന്നെ ഹൈഡ്രജനുകൾ തമ്മിൽ ഈ രീതിയിൽ ഹൈഡ്രജൻ ബോണ്ട് വഴി അങ്ങനെ ലിങ്ക് ചെയ്തിട്ട് ഇവിടെ അത് കാണിച്ചിട്ടുണ്ട്. ഒരു വാട്ടർ മോളിക്യൂള് അറ്റ് എ ടൈം 4 വാട്ടർ മോളിക്യൂൾസ് വരെ മാക്സിമം ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്സിജനും അപ്പുറത്തെ ഹൈഡ്രജനുകളും, ഹൈഡ്രജനും അപ്പുറത്തെ ഓക്സിജനും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഹൈഡ്രജൻ ബോണ്ടിനെ പറ്റി ഓർക്കാം. ഒരു വാട്ടർ മോളിക്യൂളും വേറൊരു വാട്ടർ മോളിക്യൂളും തമ്മിലാണ് ഇവിടെ ഹൈഡ്രജൻ ബോണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കും. ഓക്കെ, വേറെ മോളിക്യൂൾസ് തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ട്, ഒരു മോളിക്യൂളിന് അകത്തുള്ളതല്ല, ഒരു വാട്ടർ മോളിക്യൂളും വേറെ വാട്ടർ മോളിക്യൂൾ. അപ്പൊ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. വാട്ടറിന് മാത്രമല്ല ഹൈഡ്രജൻ ബോണ്ടിങ് സാധ്യമായിട്ടുള്ളത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആറ്റം ഉള്ള ഏതൊരു കോമ്പൗണ്ടിനും ഈ പറഞ്ഞ പോലെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇങ്ങനെ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട് വാട്ടറിനുള്ള ചില പ്രോപ്പർട്ടീസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ടറിന് ഹൈ ബോയിലിംഗ് പോയിന്റും അതേപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റും ഉണ്ട്. അത് ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ടാണ് ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ഹൈ ആകുന്നത്. കാരണം ഈ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്താലാണ് അതിനെ നമുക്ക് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ഇന്ററാക്ഷൻ ബ്രേക്ക് ചെയ്തതിന് ശേഷമേണ് നമുക്ക് ആ ഒരു വാട്ടർ മോളിക്യൂളിനെ അതിൽ നിന്ന് വിടിയിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൂടുതൽ എനർജി ആവശ്യമാണ്. അപ്പൊ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ടാണ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ ഹൈ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാട്ടർ എന്ന് പറയുമ്പോൾ H2O. ഓക്കെ, അപ്പൊ ഓക്സിജന്റെ തന്നെ ഫാമിലിയിൽ വരുന്ന വേറെ ആൾക്കാർ നോക്കുകയാണെങ്കിൽ നമ്മുടെ H2S ഇവരെല്ലാം ഗ്യാസസ് ആണ്. H2O ആണ് ലിക്വിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വാട്ടർ ആയിട്ട് ഇരിക്കുമ്പോൾ ഈ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ അവർ കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ വാട്ടർ എക്സിസ്റ്റ് ആസ് എ ലിക്വിഡ്. ഇനി അസോസിയേഷൻ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിന് സാധ്യമാകുന്ന മോളിക്യൂൾസ് ഒക്കെ എന്താണ്, തമ്മിൽ അസോസിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നു. അപ്പൊ ഹൈഡ്രജൻ ബോണ്ട്സ് അസോസിയേഷന് കാരണമാകുന്നു. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോളാർ സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യുന്ന കാര്യം. പിന്നെ ഹൈ വിസ്കോസിറ്റി ആയിരിക്കും. കാരണം മോളിക്യൂൾസ് ഒക്കെ തമ്മിൽ എന്താണ് ബന്ധിപ്പിച്ചിട്ട് ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. അപ്പൊ വിസ്കോസിറ്റി എന്തായിരിക്കും, കൂടും. സർഫസ് ടെൻഷനും എന്ത് തന്നെയാണ്, കൂടും. വൊളറ്റിലിറ്റി കുറയും. വൊളറ്റൈൽ ആവുക എന്ന് പറഞ്ഞാൽ വേപ്പർ സ്റ്റേറ്റിലേക്ക് പോവാന്നാണ് അർത്ഥം. അപ്പൊ വാട്ടർ വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബോണ്ട് വിടിയിച്ചിട്ട് വേണം അതിനെ നമുക്ക് വേപ്പർ സ്റ്റേറ്റിലേക്ക് ആക്കാൻ. അപ്പൊ ഇത് കുറച്ചും കൂടെ കൂടുതൽ എനർജി വേണ്ടി വരും. അപ്പൊ പെട്ടെന്ന് വേപ്പർ ആവില്ല, കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ ലെസ് വൊളറ്റൈൽ എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ പറയുന്നത് ഐസും വാട്ടറും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഐസിന് ഡെൻസിറ്റി കുറവാണ്. ഐസ് ഈസ് ലെസ് ഡെൻസർ ദാൻ വാട്ടർ. അപ്പൊ നമ്മൾ വാട്ടറിന്റെയും ഐസിന്റെയും സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. ഐസിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു ഹെക്സഗണൽ, അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഐസിനുള്ളത്. ഹെക്സഗണൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഐസിനുള്ളത്. വാട്ടർ നോക്കുകയാണെങ്കിൽ മോളിക്യൂൾസ് കുറച്ചും കൂടെ അടുത്തായിരിക്കും കണ്ടോ, അടുത്തടുത്ത്.
ഓക്കെ, രണ്ടിലും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട് കേട്ടോ. ഐസ് ആണെങ്കിലും വാട്ടർ ആണെങ്കിലും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, പക്ഷെ സ്ട്രക്ചർ കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഐസ് എന്തായിരിക്കും, ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറവാണ് എന്തിന് വരിക, ഐസിന് വരിക. ഓക്കെ ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അനോമലസ് എക്സ്പാൻഷൻ. വാട്ടറിന്റെ വളരെ പെക്യുലിയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അനോമലസ് എക്സ്പാൻഷൻ. അതായത് വാട്ടറിനെ നമ്മൾ 4 ഡിഗ്രി തൊട്ട് 0 ഡിഗ്രി വരെയുള്ള ആ ഒരു കൂളിംഗ് ടൈമിൽ വാട്ടറിന്റെ അതായത് വാട്ടർ ഐസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, കുറയാണ് ചെയ്യുക. ഡെൻസിറ്റി കുറയും. ഓക്കെ, അപ്പോ വാട്ടറിന്റെ ഡെൻസിറ്റി മാക്സിമം എത്ര ഡിഗ്രിയിലാണ് വരിക, 4 ഡിഗ്രിയിലാണ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഐസിന് ഡെൻസിറ്റി കുറവാണെന്ന് പറഞ്ഞു അല്ലെ. സാധാരണ നമ്മൾ ആലോചിച്ച് നോക്കിയപ്പോ ഒരു സബ്സ്റ്റൻസ് ലിക്വിഡിൽ നിന്നും സോളിഡിലേക്ക് വരികയാണ്. സോളിഡിലേക്ക് വരുമ്പോൾ ഡെൻസിറ്റി കൂടണം. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഡെൻസിറ്റി കൂടുകയല്ലേ വേണ്ടത്. പക്ഷെ വാട്ടറിന്റെ കേസിൽ 4 ഡിഗ്രി തൊട്ട് 0 ഡിഗ്രി വരെയുള്ള ആ ഒരു കൂളിംഗ് ടൈമിൽ ഡെൻസിറ്റി കുറയാണ് ചെയ്യുന്നത്. അത് നമ്മൾ നേരത്തെ ഐസിന്റെ ആ ഒരു സ്ട്രക്ചർ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഐസിന്റെ ആ ഒരു ഹെക്സഗണൽ ആ ഒരു പാക്കിംഗ് തന്നെ അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ സ്പേസസ് ഉണ്ട് കണ്ടോ. അപ്പൊ ഐസ് പൊന്തി കിടക്കുന്ന ആലോചിക്കാം അല്ലെ. വാട്ടറിൽ ഐസ് ശരിക്കും പറഞ്ഞാൽ ഫ്ലോട്ട് ചെയ്യാണ് ചെയ്യുക, ഡെൻസിറ്റി കുറവാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ അനോമലസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. വാട്ടറിന് മാത്രമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യും, ഇത് അക്വാട്ടിക് ലൈഫിന് ഹെൽപ്പ് ചെയ്യും. അതായത് വിന്ററിലൊക്കെ വാട്ടർ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്, ടോപ്പ് ലെയറിൽ അല്ലെ, ടോപ്പ് ലെയറിൽ ഐസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ വല്ലാണ്ട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഐസ് ബ്രേക്ക് ചെയ്ത അടിയിൽ നമുക്ക് വെള്ളം കാണാം. അപ്പൊ വാട്ടർ ശരിക്കും വിന്ററിലൊക്കെ ഫ്രീസ് ചെയ്യുക എങ്ങനെയാ, ടോപ്പ് ലെയർ ആദ്യം ഫ്രീസ് ചെയ്തിട്ട് താഴെ വെള്ളം തന്നെയായിട്ടിരിക്കും. ഈ ഐസിന്റെ ലെയർ ഒരു ഇൻസുലേറ്റർ പോലെ ആക്ട് ചെയ്യും. താഴെ വെള്ളത്തിനകത്ത് ഈ അക്വാട്ടിക് ഫിഷസിനും ജീവികൾക്കും ഒക്കെ സുഖമായിട്ട് ജീവിക്കാം. മൊത്തം വാട്ടർ ഫ്രീസ് ചെയ്ത് ഐസ് ആവുമൊന്നുമില്ല, ടോപ്പ് ലെയർ ആണ് ഫ്രീസ് ചെയ്യുന്നത്. ഇത് ശരിക്കും എന്താ സംഭവിക്കുന്നത്, ഈ ഫ്രീസ് ചെയ്യപ്പെടുന്ന വാട്ടർ ഒക്കെ സർഫസിലേക്ക് പൊന്തി വന്ന്, അതായത് ഐസിന് ഡെൻസിറ്റി കുറവാണല്ലോ, അപ്പൊ സർഫസിൽ തന്നെ ഐസ് ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇനി ഫർദർ അകത്തേക്ക് കൂളിംഗ് നടക്കില്ല, കാരണം ആ ഒരു ടോപ്പ് ലെയർ ഒരു ഇൻസുലേറ്റർ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അനോമലസ് എക്സ്പാൻഷൻ അക്വാട്ടിക് ലൈഫിന് വളരെ ഒരു ബ്ലെസ്സിങ് ആണ് കേട്ടോ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് അയോണൈസേഷൻ ഓഫ് വാട്ടർ. വാട്ടർ ആംഫോട്ടറിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. വാട്ടർ ഒരു വീക്ക് ആസിഡും വീക്ക് ബേസുമാണ്, രണ്ടുമായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡിന്റെ അടുത്താണ് എങ്കിൽ വാട്ടർ വീക്ക് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസിന്റെ അടുത്താണെങ്കിൽ വാട്ടർ അപ്പോൾ ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. വാട്ടറിന് രണ്ടിനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് വാട്ടറിന്റെ ഓട്ടോ അയോണൈസേഷൻ, വാട്ടർ സെൽഫ് അയോണൈസേഷൻ നടക്കുന്നത് ആലോചിക്കുക. രണ്ട് വാട്ടർ മോളിക്യൂൾ എടുക്കുക, H2O രണ്ടെണ്ണം എടുക്കാം. അപ്പൊ H2O ഒരു ഹൈഡ്രജൻ H+, പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് H3O+ ആകുന്നു. അത് തന്നെ H2O തന്നെ വീണ്ടും ഒരു H+നെ കളഞ്ഞിട്ട് റിലീസ് ചെയ്തിട്ട് OH- ആകും. അപ്പൊ വാട്ടറിന്റെ സെൽഫ് അയോണൈസേഷനിൽ നമുക്ക് H3O+ കിട്ടും, OH- കിട്ടും. ഇതിന് നമ്മൾ ഹൈഡ്രോണിയം അയോൺ എന്ന് പറയും, ഇത് ഹൈഡ്രോക്സിൽ അയോൺ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ എഴുതി നോക്കുക. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിയാക്ഷൻ നമ്മൾ എങ്ങനെ എഴുതാം, ആദ്യം പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ എഴുതാം ഡിവൈഡഡ് ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എഴുതാം. ഇവിടെ ഒരു 2 ഉള്ളതുകൊണ്ടാണ് നമ്മൾ raised to 2 ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വാട്ടറിന്റെ ഈ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ 1 ആയിട്ടാണ് വിചാരിക്കുന്നത്. അതായത് ഒരുപാട് ചേഞ്ച് ഒന്നും വാട്ടറിന്റെ കോൺസെൻട്രേഷൻ വരുന്നില്ല, ഡിസോസിയേഷൻ വളരെ കുറവാണ്. അപ്പൊ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ഒരുപാട് ചേഞ്ച് ഒന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ ഈ ഒരു ഭാഗം നമ്മൾ നെഗ്ലക്ട് ചെയ്ത് 1 ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് H3O+ into OH- എന്ന് എഴുതാം. ഇതിന് നമ്മൾ ഒരു പേര് കൊടുക്കുകയാണ് KW, അതാണ് വാട്ടറിന്റെ അയോണിക് പ്രൊഡക്റ്റ്. അപ്പൊ KW എന്താ, അയോണിക് പ്രൊഡക്റ്റ്. അത് എന്താണ്, it is a product of hydronium ion concentration and hydroxyl ion. ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട അതിന്റെ കോൺസെൻട്രേഷൻ അളവ് എത്ര കോൺസെൻട്രേഷൻ ഉണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. ഇത് വെച്ചിട്ട് നമുക്ക് pH കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ലോഗ് കൊടുക്കാം. ലോഗ് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഈ -log H3O+, അത് pH ആണ്. -log OH-, അത് നമ്മൾ POH എന്ന് വിളിക്കുന്നു. അപ്പൊ pH എന്നുള്ളത് -log H3O+. അതൊന്നുമില്ല, ഈ ഇക്വേഷൻ മൊത്തം നമ്മൾ ലോഗ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ -log KW എന്നുള്ളതിനെ നമ്മൾ PKW എന്ന് വിളിക്കുന്നു.
ലോഗ് H3O+ നമ്മൾ പി എച്ച് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. OH- ആണ് നമ്മൾ POH എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും നമുക്ക് കിട്ടുന്ന വാല്യൂ 14 ആണ് കേട്ടോ. അപ്പോൾ പി എച്ചും POH-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 14 ആണ്. അത് പഠിച്ചു വെക്കാം. അതേപോലെ പി എച്ചിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കാം. -log H3O+. ഇത് തന്നെയാണ് -log H+ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോണിന്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പൊ -log H3O+ ആണ് പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. -log OH- ആണ് POH എന്ന് പറയുന്നത്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എപ്പോഴും പി എച്ചും POH-ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് വാല്യൂ കിട്ടും? 14. അതാണ് നമ്മുടെ pKw എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് യുണീക് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ദാറ്റ് സപ്പോർട്ട് ലൈഫ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ് വാട്ടറിന്റെ. ആ പ്രോപ്പർട്ടീസ് ഒക്കെ എങ്ങനെയാണ് ലൈഫിന് എക്സിസ്റ്റൻസിന് അല്ലെങ്കിൽ ലൈഫ് എർത്തിൽ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് എന്താണ് പറയുന്നത്. അപ്പൊ വാട്ടറിന് ഹൈ ബോയിലിംഗ് പോയിന്റും ഹൈ തെർമൽ കണ്ടക്ടിവിറ്റിയും ആണ് അല്ലെ. അപ്പൊ വാട്ടർ പെട്ടെന്ന് ബോയിൽ ചെയ്യില്ല. അതിന്റെ അർത്ഥം എന്താ? വാട്ടർ കുറെ ഹീറ്റ് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ. പെട്ടെന്ന് ബോയിൽ ചെയ്യില്ല, പെട്ടെന്ന് തണുക്കൂല വാട്ടർ കേട്ടോ. പെട്ടെന്ന് ബോയിൽ ചെയ്യൂല, പെട്ടെന്ന് തണുക്കൂല. അപ്പൊ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരാളാണ് വാട്ടർ. അത് ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അനോമലസ് എക്സ്പാൻഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചു. അനോമലസ് എക്സ്പാൻഷൻ എങ്ങനെയാണ് അക്വാട്ടിക് ലൈഫിന് ഫേവർ ചെയ്യുന്നതെന്ന്. അത് പഠിച്ചു വയ്ക്കുക. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ, അനോമലസ് എക്സ്പാൻഷൻ. നെക്സ്റ്റ് നമുക്കറിയാം വാട്ടർ ട്രാൻസ്പാരന്റ് ആണ്. അപ്പം ലേക്സില് ഓഷ്യനില് ഒക്കെ അടിയിൽ എന്താണ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ലൈറ്റ് വാട്ടറിന്റെ ഉള്ളിൽ കൂടെ പെനിട്രേറ്റ് ചെയ്ത് അങ്ങോട്ട് ചെല്ലുന്നതുകൊണ്ടാണ് അതിനകത്തുള്ള പ്ലാന്റ്സിനൊക്കെ ഈ ഫോട്ടോസിന്തസിസ് സാധിക്കുന്നത് കേട്ടോ. അപ്പൊ വാട്ടർ ട്രാൻസ്പാരന്റ് ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ ഓഷ്യനിലും ലേക്കിലും ഒക്കെയുള്ള പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റുന്നത്. അടുത്ത പ്രോപ്പർട്ടിയാണ് കൊഹീഷനും അഡീഷനും. നമുക്കറിയാം കൊഹീഷനും അഡീഷൻ എന്ന് പറയുന്നത് ഒരേ മോളിക്യൂൾസ് തമ്മിലുള്ളതും വ്യത്യസ്തമായിട്ടുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള ആ ഒരു അട്രാക്ഷനാണ് നമ്മൾ കൊഹീഷൻ അഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വാട്ടറിന് അതിനുള്ള കഴിവുണ്ട്. വാട്ടർ മോളിക്യൂൾസ് തമ്മിലുണ്ട്, വേറൊരാൾ തമ്മിലുണ്ട് വാട്ടറിന് ഇന്ററാക്ഷൻസും അട്രാക്ഷൻസും ഒക്കെ. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് കാപ്പിലറി റൈസ്, അതേപോലെ ജെർമിനേഷൻ ഓഫ് സീഡ്സ്, ഇതൊക്കെ കാരണമാകുന്നത് ഈ ഒരു പ്രോപ്പർട്ടി കൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് സർഫസ് ടെൻഷൻ. വാട്ടറിന് സർഫസ് ടെൻഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ സർഫസിനകത്ത് ഈ പറഞ്ഞ പോലെ ചെറിയ ഇൻസെക്ട്സ്, ചെറിയ ഓർഗാനിസത്തിനൊക്കെ നടക്കാനും ഫ്ലോട്ട് ചെയ്യാനൊക്കെ പറ്റും. നെക്സ്റ്റ് ഹൈ സ്പെസിഫിക് ഹീറ്റ് ആൻഡ് ഹൈ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഈ ഹൈ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ, അതായത് ഇപ്പം സ്പെസിഫിക് ഹീറ്റ് നമ്മൾ എന്താ പറയാ, ഇത്ര ഗ്രാമിന് ഇത്ര ഡിഗ്രി ടെമ്പറേച്ചർ കൂട്ടാൻ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഹീറ്റ് എനർജി. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വാട്ടറിന് ഇവാപറേഷൻ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ വാട്ടറിനെ ഒന്ന് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ ഒരുപാട് എനർജി കൊടുക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഈ പറയുന്ന ഹീറ്റ് എനർജി ചുറ്റുന്നും എടുത്തിട്ടായിരിക്കും വാട്ടർ എന്ത് ചെയ്യുക, ഇവാപറേഷൻ നടത്താം. അപ്പൊ ഇവാപറേഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്തിന് കാരണമാവും? കൂളിങ്ങിന് കാരണമാവും. അപ്പം ലീവ്സ്, പ്ലാന്റ്സിലൊക്കെ ലീവ്സിന് ഇവാപറേഷൻ, അതായത് ഇലകളിൽ കൂടെ വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിനൊന്ന് കൂൾ ചെയ്യാനായിട്ട് സഹായിക്കും. അതേപോലെ നമ്മുടെ ബോഡിയിലും ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സ്വെറ്റ് ചെയ്യുമ്പോഴൊക്കെ വാട്ടർ പുറത്തേക്ക് പോകുമ്പോഴും നമുക്ക് എന്താണ്, ബോഡി കൂൾ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹീറ്റ് എനർജി യൂസ് ചെയ്തുകൊണ്ട് വാട്ടർ ഇവാപറേറ്റ് ചെയ്യുമ്പോൾ കൂളിംഗ് കോസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം യൂണിവേഴ്സൽ സോൾവെന്റ്. വാട്ടറിന് ഒരുപാട് കോമ്പൗണ്ട്സിനെ ഡിസോൾവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ വാട്ടറിനെ നമുക്കൊരു സോൾവെന്റ് ആയിട്ട് പല കോമ്പൗണ്ട്സും ലയിപ്പിച്ചുകൊണ്ടുള്ള നമുക്ക് പല എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാനും പ്രിപ്പറേഷൻസ് ചെയ്യാനും ഒക്കെ വാട്ടർ യൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ വാട്ടറിന് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റും വളരെ ഹൈ ആണ്. അപ്പോൾ വാട്ടറിന്റെ ഇത്രയും പ്രോപ്പർട്ടീസ് പഠിച്ചു വെക്കുക. ഏതൊക്കെ പ്രോപ്പർട്ടീസ് എന്തിനൊക്കെ കാരണമാകുന്നു, അതേപോലെ വാട്ടറിന്റെ സ്ട്രക്ചർ, അനോമലസ് എക്സ്പാൻഷൻ, ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ഓക്കെ.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമന്റ്സിൽ അറിയിക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.